സോ ഹലോ ഗൈസ് വാട്സ്ആപ്പ് ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിമിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ലെസ് പ്ലേയിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാരെ ചാനൽ സബ് ചെയ്യാത്തണ്ട് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ് ഇന്ന് നമുക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ചുമ്മാ ഒരു രസത്തിന് എടുക്കുന്ന കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാം മെൻഡിങ് ആവുന്നുണ്ട്. ചിലത് മെൻഡിങ് ആവുന്നൊന്നുമില്ല. ഇതാണ് ഇനി മെൻഡിങ് ആക്കേണ്ടത്. ഇടും ഇവനൊക്കെ മെൻഡിങ് ആക്കാനുള്ളതാണ് ടൈസ്. അത് ഞാൻ പിന്നീട് മെൻഡിങ് ആക്കിയോളാം. നമുക്ക് എന്തെങ്കിലും അറ്റകുറ്റ പണികൾ ചെയ്യാനുണ്ടോ നോക്കാം ടൈസ്. ലിഫ്റ്റിൽ കയറുക, താഴെ ഇറങ്ങാം. സൂര്യമാമൻ ഗൈസ് സബ് ചെയ്തിട്ടുണ്ട്. ഈ സബ് കളിക്കൊക്കെ ഞാൻ ഷെയർ ചെയ്യട്ടോ, നിങ്ങളുടെ പറഞ്ഞേക്കാം ഗൈസ്. പിന്നെ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ള ഒരു കമൻറ്റ് ചെയ്യട്ടെ. നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നെക്സ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ ഗൈസ്. നമുക്ക് വിളിച്ച് കളിക്കാൻ പറ്റുന്നവർ, ഫോൺ കോൾ ചെയ്യാൻ പറ്റുന്നവർ. ഓക്കെ, നമ്മളെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുൾ പവർഫുള്ളായിട്ടോ ഗൈസ്. നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവച്ചേക്കാം. ജേഴ്സി നട്ടോ എൻ്റെ വായിൽ വന്ന് മൈൻഡ് ചെയ്യേണ്ട ഗൈസ്. ശബ്ദം കുറവാന്ന് തോന്നി, ശബ്ദം ഒന്ന് കൂട്ടറേ. ഓക്കെ, ശബ്ദം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് മൈൻക്രാഫ്റ്റിൻ്റെ ശബ്ദമൊക്കെ വരാൻ തുടങ്ങി ഗൈസ്. നമുക്ക് നമ്മുടെ ഇവനൊക്കെ ഇതിനകത്ത് ടേസ് നമ്മുടെ ഡയമണ്ട് ആർമർ ഇട്ടെടുത്തേക്ക് ഇതൊക്കെ ഇടാം. വീണ്ടും തെറ്റുപറ്റി. ഓക്കെ, ഫുള്ള് ധരിപ്പിച്ചിട്ടുണ്ട്. നൈറ്റായ കിടന്നുറങ്ങായിരുന്നു. അതിൽ തുറന്നിട്ട് കിടന്നുറങ്ങി. കള്ളം കയറിയാതെ മതി. പിന്നെ കണ്ടോ, അതിലടച്ചപ്പോൾ ഉറക്കം കിട്ടി. ഓക്കെ, നല്ല സ്ലീപ്പിംഗ് ആയിരുന്നു. നമുക്ക് ഇന്ന് പരിപാടി എന്താ വെച്ചാൽ ഗോൾഡൻ ക്യാരറ്റ് ഇതിനകത്ത് വാങ്ങി നിറയ്ക്കുക എന്നതാണ് നമ്മുടെ പരിപാടി ഇന്നത്തെ. ഒരു ചെറിയ നമുക്ക് ഫുഡ് ഗോൾഡൻ ക്യാരറ്റ് ഞാൻ ആകെ 7 എണ്ണേ ഉള്ളൂ. ശരി, നീ ഇതുവരെ പോയില്ലേ? ഷാർപ്പനൻസ് 5 വെച്ച് അടിക്കാനുള്ള ധൈര്യം എനിക്ക് ചാടി അടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചാടി അടിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല ഗൈസ്. ഏ കോഴി ക്യാഹുവാ. ഓക്കെ ഓക്കെ, ലൂട്ടിങ് ഇതിനകത്ത് വരട്ടെ. ഇതിനകത്ത് ഞാൻ ഇതെനിക്ക് ലൂട്ടിങ് ആക്കണം ടേസ്. ലൂട്ടിങ് ചെയ്ത് വെൻഡിങ് ആണ്, സോറി ലൂട്ടിങ് എന്നല്ല വെൻഡിങ് ചെയ്യണം ഗൈസ്. പിന്നെ നമ്മൾ ഇതാണ്ട് ഇവിടെ നമ്മൾ നിരത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് റൂം ഉണ്ടാക്കണം ടേസ്. നെക്സ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ഒറ്റയടിക്ക് ചത്ത് കണ്ടോ. ഇതാണ് നമ്മുടെ ഷാർപ്പ്നെസ് 5ൻ്റെ പ്രത്യേകത. ഞാനിപ്പോൾ നോക്കിയത് നമുക്ക് ഗോൾഡൻ ക്യാരറ്റിൻ്റെ പരിപാടിയിലേക്ക് പോകാം ടേസ്. നമുക്കാണെങ്കിൽ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാകും, പക്ഷേ ഗോൾഡ് എൻ്റെ കയ്യിലില്ല. അതാണ് വിഷയം കേട്ടോ. ഗോൾഡൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കായിരുന്നു ടേസ്. ബട്ട് ഗോൾഡൻ ആപ്പിൾ എൻ്റെ കയ്യിൽ അബദ്ധവച്ചാലില്ല. അതാണ് വിഷയം. ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഒരു സ്റ്റോക്ക് ആയിട്ടുണ്ട്. അത് നമുക്ക് അവിടെ കൊണ്ടുവച്ചേക്കാം. നമ്മുടെ ബോൺവീൽ ഫാം അങ്ങനെയെങ്കിലും വർക്ക് ആയിക്കോളും. പറഞ്ഞു തരുന്നില്ല. നമ്മുടെ അയൺ വന്നിട്ടുണ്ട് ടോയ്സ്. ഇതോടെ ഇവിടെയൊക്കെ എല്ലാം വിളഞ്ഞിരിക്കുക ടോയ്സ്. ഇതൊക്കെ എനിക്ക് പറിക്കാൻ മടിയ ടോയ്സ്. പറിച്ച് കഴിഞ്ഞാൽ നമ്മളഞ്ഞ് നടുവും വേണം. അതാണ് എനിക്ക് മടി. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആക്കണം. നമ്മുടെ ഇനി വരുന്ന വീഡിയോസിലെല്ലാം നമുക്കതൊക്കെ ഓട്ടോമാറ്റിക് ആക്കണം ടോയ്സ്. അതൊക്കെയാണ് നെക്സ്റ്റ് ജോബ്. നമ്മൾ പയ്യാണ് എൻ്റർ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത്. എൻ്റർ ഡ്രാഗൻ, അതെ ഞാൻ പേരേറ്റിപ്പോയി ഒന്ന് ഞാൻ ചെക്ക് ചെയ്തതാണ്. എൻ്റർ ഡ്രാഗൻ. ഓക്കെ, എൻ്റർ ഡ്രാഗനെ നമുക്ക് പയ്യെ കൊല്ലാൻ പോകണം. അതാണ് പിന്നെ അതൊക്കെ നമ്മൾ പയ്യെ ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ തിരക്കിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഉറപ്പ് ഞാൻ പറയൂല. കാരണം വെച്ചാൽ എൻ്റെ മൈൻഡ് പോലെ ഇരിക്കും. എനിക്ക് എനിക്ക് കൊല്ലണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ കൊല്ലൂല ടീസ്. അതാണ് എൻ്റെ അവസ്ഥ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തുകയാണ്. ഓക്കെ, നമ്മുടെ ബ്രീഡിങ് ഫാമൊക്കെ വർക്കാവുന്നുണ്ടോ എന്ന് അർത്ഥം അറിയാട്ടെ. നമ്മളിത് നോക്കാറൊന്നും ഇല്ല. ഇതിനകത്ത് പുള്ളികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതല്ലേ ഇതിനകത്ത് ആൾക്കാർ ഇഷ്ടം മതി എൻ്റെ ടൈസ്. അപ്പം നമ്മുടെ ക്യാരറ്റ് ഫാം അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഇവന്മാരെയൊക്കെ അങ്ങോട്ട് ഇടാം ടൈസ്. അവന്മാർക്ക് ബെഡ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ബെഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു വില്ലേജ് പോലെ ആവേണ്ടതാണ്. ഒരു വില്ലേജിൽ ഇത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇത്രയാ 30 പേര് അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ എമറാൾഡ് മൊത്തം എടുത്തേ കേട്ടോ. നമ്മുടെ കയ്യിൽ 3 ഗോൾഡ് ഉണ്ട്. ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കി വെച്ചേക്കാം. അല്ല ആ ഗോൾഡ് ചിലപ്പോൾ ആവശ്യം വരും ഗൈസ്. അവിടെ ഇരുന്നോട്ടെ. ആവശ്യം വരികയാണെങ്കിൽ മൈനിങ്ങിന് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ഇത്ര മതി ആയിരിക്കാം അല്ലേ. നമ്മുടെ കൈത്ത് സാധനങ്ങളൊക്കെ ഇവിടെയും വെച്ചേക്കാം. കോൾ തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ഞാനിവിടെ കാണുന്നു. ഓക്കെ, നമ്മുടെ കയ്യിൽ ട്രേഡൻ്റ് ഉണ്ടല്ലേ. ഈ ട്രേഡൻ്റ് നമുക്കൊന്ന് എൻജാൻറ്റ് ചെയ്യണം ടേസ്റ്റ്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ എൻജാൻറ്റ് ബുക്കിംഗ് ഒന്നും ഞാൻ ഇന്ന് വാങ്ങാൻ എനിക്ക് ഇപ്പോൾ വാങ്ങാൻ ടൈമില്ല. ഐ ആം ബിസി മാൻ. ഓക്കെ, നമുക്ക് പിന്നെ ഇവിടേക്കൊക്കെയുള്ള വഴികളൊക്കെ ഒന്ന് സെറ്റാക്കണം. ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ പിങ്ക് കാർഡിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിങ്ക് കാർഡിനെ ഇങ്ങോട്ടേക്കൊന്നും വരാത്തതുകൊണ്ട് ഫുള്ള് ലാഗാ ടേസ്. ഞാൻ നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല ലാഗിങ്. ഇപ്പോൾ ഓക്കെ ആവുന്നില്ല അങ്ങ്. ഇവൻ ഗോൾഡൻ ക്യാരറ്റ് തരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്.
ഇവൻ തരുന്നില്ല, അപ്പോൾ ഇവനായിരിക്കുന്നത്. യെസ്, ഇവനാണ്. അപ്പോൾ നമുക്ക് വാങ്ങിയേക്കാട്ടോ. എടാ ഇതുണ്ട്, ഇവനൊക്കെ വെറും തട്ടിപ്പാട്ട് കേസ്. ഇവൻ നിർത്തി, പരിപാടി നിർത്തി. വേറെ ആരെങ്കിലും ഉണ്ടോ ഗോൾഡൻ ക്യാരറ്റ് വാങ്ങാനുള്ളത്? അതെ, ഇവിടെ ഒരുത്തുണ്ട്. ഇവൻ ഗോൾഡൻ ക്യാരറ്റ് ആയിരുന്നുണ്ടോ? ഗോൾഡൻ ക്യാരറ്റ് ആയിരുന്നില്ല. ഒരു ആപ്പിൾ വാങ്ങി. അയ്യോ, ആപ്പിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, വെറുതെ ഞാൻ ആപ്പിൾ വാങ്ങി. പൈസേൻ്റെ ചിലവ് അറിയാൻ മേലാണ്ട് എനിക്ക്. ഓക്കെ, അവനും ആ പരിപാടി നിർത്തി. വേറെ ആരെങ്കിലും ഗോൾഡൻ ആപ്പിൾ തരുന്നവന്മാരുണ്ടോയി? ഇവന്മാരൊന്നും പണിയെടുത്തില്ല. ഉണ്ട്. ഇവന്മാരൊന്നും പണിയല്ല, സോറി, ഇവന്മാരൊന്നും വിൽക്കാറായിട്ടില്ല. ഇവന്മാരൊക്കെ ഒന്ന് തുറന്നാലേ വല്ലതാവുള്ളൂ. അപ്പം നമുക്ക് ഇനി പോകേണ്ടത് ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ വീട്ടിനകത്തുണ്ട്. വീട്ടിനകത്തുണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ. കയ്യിലുണ്ടോ ക്രാഫ്റ്റിംഗ് ടേബിൾ? കയ്യിലുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെയോ വെച്ചിട്ടുണ്ട് ഞാൻ. ഓൾ ദ ബെസ്റ്റ്. ഫുഡ് കഴിക്കാം. മാമന് വിശക്കും അല്ലെങ്കിൽ. ഗൈസ്, പിന്നെ ഇവിടെ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ തന്നെ ഇതുങ്ങളെല്ലാം അങ്ങോട്ട് പോകും ഗൈസ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് പംകിൻ ആൻഡ് മെലൻ ഇത് രണ്ടും ഇവിടെ വരുത്താം. വീറ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ഗൈസ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ അയൺ ഫാർം വർക്കിംഗ് ആവില്ല ഗൈസ്. അതാണ് വേറെ വിഷയം. പിന്നെ നമ്മൾ ഇനി ഓട്ടോമാറ്റിക്കൊക്കെ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ചെസ്റ്റ് റൂം വേണം. ചെസ്റ്റ് റൂം വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാലം നമ്മൾ വരുത്തുന്ന കാര്യം പറഞ്ഞായിരുന്നു. അത് ഞാൻ സത്യം പറയാതെ മറന്നുപോയി. അത് നമുക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഐലൻഡ് കണ്ടോ, വെറും ചുമ്മാതെ ഇങ്ങനെ കിടക്കുക. ചുമ്മാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ചുമ്മാതെ കിടക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മളൊരു സാധനം വാങ്ങാൻ വിട്ടുപോയി. അത് വാങ്ങണം ഒന്നും കൂടെ. നമ്മുടെ ഇവനെ ക്ലിക്ക് ചെയ്യുക. വാട്ട്? ഞാൻ മറ്റേ സംഭവം ഉണ്ടാക്കുന്ന പോലെ കേട്ടോ ഗൈസ് ഉണ്ടാക്കിയേ. ഒരു ഡയമണ്ട് ആപ്പിൾ ഉണ്ടാക്കാണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നില്ല ഗൈസ്. ഡയമണ്ട് ആപ്പിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുള്ളൂ. ഡയമണ്ട് ആപ്പിൾ ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ വേറെ ഡയമണ്ട് ഉണ്ട് ഗൈസ്. നമുക്ക് ആ ഡയമണ്ട് പോയി എടുക്കാം. നമ്മൾ റിച്ച് ആണല്ലോ, അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഡയമണ്ട് ഉണ്ട്. ഞാൻ ആ ഡയമണ്ട് എടുക്കാണ്ട് വെച്ചേക്കായിരുന്നു. അവിടെ നമുക്ക് പിന്നെ ഡയമണ്ട് കൊണ്ട് വെക്കാം ഗൈസ്. ഇതുണ്ടോ, നമ്മുടെ പോർട്ടലിൻ്റെ അടുത്ത് 2 ഡയമണ്ട് ബ്ലോക്ക് ഉണ്ട്. അതിനകത്ത് ഒരു ഡയമണ്ട് ബ്ലോക്ക് എടുക്കാം. താഴെ ഇരിക്കുന്ന എടുക്കണോ മേലെ ഇരിക്കുന്ന എടുക്കണോ? താഴെ ഇരിക്കുന്ന എടുക്കാം. നമുക്ക് പിന്നെ ഈ പോർട്ടലൊന്ന് സെറ്റാക്കി എടുക്കണം. വെറുതെ ഇവിടെയൊക്കെ പൊളിക്കുക. നമ്മൾ ഈ ഡിസൈൻ തന്നെയായിട്ട് ഇവിടെ വെക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഡിസൈൻ നമ്മൾ മാറ്റുന്നില്ല. നമുക്ക് ബ്ലോക്ക് എടുത്ത് ഇവിടെ വെക്കുക. 12 എണ്ണം കിട്ടി. 12 എണ്ണം മതിയായിരിക്കും ടീസ്. നമ്മളെന്താണ് ഇവിടെ വരെ വന്നല്ലേ. നമുക്ക് സംഭവം ഉണ്ടോ നോക്കുക. സംഭവത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയല്ലോ. ഐറ്റം ഫ്രെയിമോ അങ്ങനെ ഉണ്ടല്ലേ അതിൻ്റെ പേര് പറയാം. സാധനം വില്ലേജറിൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ വില്ലേജറിൻ്റെ കയ്യിലുണ്ടോയെന്ന് അറിയില്ല ടീസ്. ഐറ്റം ഫ്രെയിം വില്ലേജറിൻ്റെ കയ്യിലുണ്ടോ നോക്കാം ടീസ്. വില്ലേജറിൻ്റെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. വില്ലേജറിൻ്റെ കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഐറ്റം ഫ്രെയിം ഉണ്ടായിരുന്നു ഞാൻ. ഐറ്റം ഫ്രെയിം എന്ന് അല്ലേടി അതിന് പറയാം. ഇവിടെ എന്താ ലാഗ് ചെറുതായിട്ട് ലാഗ് ഫീൽ ചെയ്യുന്നു. സോറി ഇവർ നെയിം ടാഗില്ല ഇരുന്നത്. നെയിം ടാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർ നൽകുക. ഐറ്റം ഫ്രെയിം ആരായിരുന്നു നൽകുന്നത്? ഇവനാണോ ഐറ്റം ഫ്രെയിം വരുന്നത്? ഇവനും ഇല്ല. ഇവിടെ ഉള്ളവനൊക്കെ എന്ത് ചെയ്യും? ഞാൻ ഐറ്റം ഫ്രെയിമർ തരുന്നുണ്ടോ? ഇവനും ഇല്ല. ഗൈസ് ഇതൊക്കെ എന്താ പറ്റിയേ? ഇതൊക്കെ ഞാൻ മേടിച്ചാണല്ലോ, എന്നിട്ട് എന്തോ ഇങ്ങനെ കാണിക്കുന്നത്? ബെഡ്റോക്ക് എഡിഷൻ. ബെഡ്റോക്ക് എഡിഷൻ്റെ ഓരോരോ തമാശകളെ. ഇവനാണോ ഇനി ഐറ്റം ഫ്രെയിം വരുന്നത്? കിട്ടിപ്പോയി ഐറ്റം ഫ്രെയിം. ഓർമ്മ മതി, ഒറ്റ ഓർമ്മ മതി, ഇപ്പോഴത്തേക്ക് ഓർമ്മ മതി കേട്ടോ. താങ്ക് യു അണ്ണാ. അയ്യോ നൈറ്റ് എൻ്റെ ഷാർപ്പനൻസ് 5 ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഇനി ഇവിടെ മൊത്തം ഇവിടെ മൊത്തം കൂരതയായിരിക്കും. കൂരതയായിരിക്കും കൈസ്. തകർത്തള്ളും കേസ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്. ഓക്കെ. ഏറ്റവും ഫ്രെയിം എടുക്കുക. ഏറ്റവും ഫ്രെയിം ഓ ഐ സി. ഏറ്റവും ഫ്രെയിം എടുക്കുക. ഗോൾഡൻ ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് വെക്കാൻ പോലും ഇല്ല. ഇത്ര ഇരുന്നാൽ മതി അവിടെ. ഉയ്യോ കീപ്പർ എന്നാ വലിയല്ലേ വലിയല്ലേ. എനിക്കൊരു ചെറിയ പേടി ഗൈസ്. എൻ്റെ ഈ കഷ്ടപ്പെട്ടുള്ള വീടെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗൈസ് വേഗം ഇറങ്ങാം ഗൈസ് നമുക്ക് ഇവിടുന്ന്. ഓക്കെ. ഷാർപ്പനസ് 5. ഷാർപ്പനസ് 5ന് വലിയ പ്രത്യേകത ഒന്നും ഇല്ലല്ലേ അണ്ണാ. അയ്യോ ഞങ്ങൾ കളി കണ്ട് നീയും ചാടണ്ട. ചുമ്മാ തളയ്ക്കുന്ന തള്ളപ്പൊട്ടം വെറുതെയല്ല. കൂട്ടത്തിൽ ഒരു തന്നെ ചൊറിഞ്ഞാൽ നീ നീലം തൊടില്ല. നിക്കറിപ്പെടുക്കും നീ. സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നമ്മളൊരു ഫുഡ് നമുക്ക് നമ്മുടെ ഗോൾഡൻ ക്യാരറ്റ് തീർന്നതിൻ്റെ വിഷമം ഇവിടെ കാണിച്ചതായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാതെ ബൈ ബൈ.